നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ലളിതമായ നമ്പർ എഴുതുക പോലും വേണ്ട, നിങ്ങൾ ചൊല്ലിയാൽ മാത്രം മതി. വെറും 3 മണിക്കൂറിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ അത്ഭുത നമ്പർ ഏതാണെന്നും എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടതെന്നും പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുവാൻ താന്ത്രിക പരിഹാരങ്ങൾ, മന്ത്രജപങ്ങൾ, രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വഴിപാടുകളും നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏത് മതസ്ഥർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇത് പൂർണ്ണമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതുമാണ്. ഇനി സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്തും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. നോൺ വെജ് കഴിച്ചാലും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ കൃത്യമായ സമയം വേണമെന്ന നിർബന്ധവുമില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നത് ആ ഒരു സമയത്ത് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് നേരം കിട്ടുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്നത് ആ ഒരു സമയത്ത് ഇനി പറയാൻ പോകുന്ന ഏഞ്ചൽ നമ്പരും ഈ സ്വിച്ച് വേർഡ്സും ചൊല്ലാവുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പ്രത്യേകമായ സമയം കണ്ടെത്തേണ്ട ആവശ്യം പോലുമില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം നിങ്ങൾക്ക് ഫ്രീ കിട്ടിയാൽ ആ ഒരു സമയത്ത് ഇനി പറയാൻ പോകുന്ന ഏഞ്ചൽ നമ്പർ സ്വിച്ച് വേർഡ്സ് കോമ്പിനേഷൻ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഏതെങ്കിലും പ്രത്യേകമായ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇത് ചൊല്ലേണ്ട ആവശ്യമില്ല. വളരെയധികം കാഷ്വലായി സന്തോഷത്തോടു കൂടി ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ചിലരെ സംബന്ധിച്ച് അവർക്ക് ധാരാളം നെഗറ്റീവ് തോട്ട്സ് വരാറുണ്ട്. പലർക്കും അതെങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഇതുപോലെയുള്ള നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ, അതായത് നിങ്ങൾക്ക് എപ്പോഴെല്ലാം ഭയം, കോപം, സംശയം, വെറുപ്പ് അങ്ങനെയുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഈ സ്വിച്ച് വേർഡ്സ് ഏഞ്ചൽ നമ്പർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇങ്ങനെ ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് പോകുക മാത്രമല്ല, ഏതെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നതുമാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നതുമാണ്. വളരെ കൂടുതൽ ഡിപ്രഷനിലുള്ളവർ, അതുപോലെ തന്നെ വളരെയധികം സ്ട്രെസ് അനുഭവപ്പെടുന്നവർ, കൂടാതെ മനപ്രയാസമുള്ളവർ ഇനി പറയാൻ പോകുന്ന ഈ ഏഞ്ചൽ നമ്പർ സ്വിച്ച് വേർഡ്സ് കോമ്പിനേഷൻ നിങ്ങൾ ചൊല്ലി നോക്കൂ. നിങ്ങളുടെ മനപ്രയാസങ്ങൾ കുറയുന്ന തരത്തിൽ സന്തോഷകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതുമാണ്. വീഡിയോയുടെ ആരംഭം മുതൽ സ്വിച്ച് വേർഡ്സും ഏഞ്ചൽ നമ്പറിനെയും കുറിച്ചും പറയുന്നുണ്ട്. ആദ്യം തന്നെ ഈ സ്വിച്ച് വേർഡ്സും ഏഞ്ചൽ നമ്പറും എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ സ്വിച്ച് വേർഡ്സ് എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷിലുള്ള മാന്ത്രിക വാക്കുകൾ അല്ലെങ്കിൽ മന്ത്ര വാക്കുകളാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. മലയാളത്തിലും സംസ്കൃതത്തിലും എപ്രകാരമാണോ മന്ത്രങ്ങൾ ഉള്ളത് അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ചില പവർഫുള്ളായ വാക്കുകളാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വിച്ച് വേർഡ്സുകൾ പലതവണ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്താൽ ആ വാക്കുകൾക്കുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇംഗ്ലീഷിലുള്ള ഈ സ്വിച്ച് വേർഡ്സ് ഇംഗ്ലീഷിൽ മാത്രമാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. ഉച്ചരിക്കുന്നതിനും എഴുതുവാനും വളരെ ലളിതമായ വാക്കുകളാണിത്. മാത്രമല്ല നമ്മുടെ ആഴ്മനസ്സിൽ വളരെ എളുപ്പത്തിൽ തന്നെ പതിയുന്ന വാക്കുകളുമാണിത്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യങ്ങളാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളാണെങ്കിലും ശരി, അത് നമ്മുടെ ആഴ്മനസ്സിൽ പതിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സത്യങ്ങളായി തീരുന്നതാണ്. അതിനെ ആര് വിചാരിച്ചാലും തടഞ്ഞു നിർത്തുവാനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുവാനോ സാധിക്കുകയില്ല. ഇനി ഈ സ്വിച്ച് വേർഡ്സിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തിയാലും ആ വാക്കുകളുടെ പരിപൂർണമായ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി പ്രത്യേകം സ്വിച്ച് വേർഡ്സുകളുണ്ട്. ഇനി അടുത്തതായി ഏഞ്ചൽ നമ്പർ എന്നാൽ എന്താണെന്ന് നോക്കാം. പൊതുവായി ഓരോ നമ്പറിനും അല്ലെങ്കിൽ സംഖ്യകൾക്കും പ്രത്യേകമായ ഊർജവും ശക്തിയുമുണ്ട്. ഏതെങ്കിലും ഒരു നമ്പർ തുടർച്ചയായി നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ ആ നമ്പറിലുള്ള ശക്തിയും ഊർജവും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഏഞ്ചൽ നമ്പറുകൾ നോക്കിയാൽ ചില പ്രധാന നമ്പറുകളുടെ കോമ്പിനേഷൻ ആയിട്ടും ഇവ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഡിജിറ്റ് മുതൽ
20 ഡിജിറ്റ്സ് വരെ ഈ ഏഞ്ചൽ നമ്പറുകളുടെ സീരീസ് ഉണ്ടാകും. സാധാരണ നമ്പറിനേക്കാളും ഈ ഏഞ്ചൽ നമ്പറിന്റെ സീരീസിന് വളരെ കൂടുതൽ ഊർജവും ശക്തിയുമാണുള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇതുപോലെയുള്ള നമ്പറിൽ അത്രയേറെ വിശ്വാസമാണുള്ളത്. ഇനി ജ്യോതിഷപരമായി നോക്കിയാൽ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ നവഗ്രഹങ്ങളിലുള്ള 9 ഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനിയായ നിക്കോളാസ് ടെസ്ല, അദ്ദേഹത്തിനും 369 എന്ന ഏഞ്ചൽ നമ്പറിൽ അത്രയേറെ വിശ്വാസമാണുള്ളത്. 369 എന്ന സംഖ്യ അദ്ദേഹം പല സ്ഥലങ്ങളിലും പല കാര്യത്തിനും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്പറിനും ചില വാക്കുകൾക്കും അതിൻ്റെതായ പ്രത്യേക ശക്തിയും ഊർജവുമാണുള്ളത്. പവർഫുള്ളായ സ്വിച്ച് വേർഡ്സും ഏഞ്ചൽ നമ്പരും ഒരുമിച്ച് ചേർത്താണ് ഇപ്പോൾ നമ്മൾ പ്രയോജനപ്പെടുത്താൻ പോകുന്നത്. ഇനിയും പറയാൻ പോകുന്ന ഈ വാക്ക് എപ്പോഴാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നാൽ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഇത് ചൊല്ലാവുന്നതാണ്. ഇത്ര സമയം ചൊല്ലണം അല്ലെങ്കിൽ ഇത്ര തവണ ചൊല്ലണം എന്ന യാതൊരു നിർബന്ധവുമില്ല. ഒരു ദിവസത്തിൽ ഏകദേശം 5 മിനിറ്റ് മാത്രം ഇത് ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒരേ ഒരു ദിവസം വെറും 5 മിനിറ്റ് ഇനി പറയാൻ പോകുന്ന ഈ ഏഞ്ചൽ നമ്പരും സ്വിച്ച് വേർഡ്സും നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. തീർച്ചയായും അടുത്ത 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതുമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഏതെങ്കിലും ഒരു സന്ദർഭമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ വന്നു ചേരുന്നതുമാണ്. നിങ്ങളുടെ മനസ്സ് വളരെയധികം സന്തോഷപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് നടക്കുന്നതുമാണ്. അതിനുശേഷം ഡെയിലി നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഈ ഒരു വാക്കുകൾ പ്രയോജനപ്പെടുത്തുക. ഇത്ര ദിവസം മാത്രമേ ഇത് ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല. നിങ്ങളുടെ ലൈഫ് ലോങ്ങിൽ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി ഇത് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നാൽ, യാതൊന്നും പ്രതീക്ഷിക്കാതെ വേണം ഈ ഒരു മെത്തേഡ് വളരെയധികം സന്തോഷത്തോടു കൂടി വിശ്വാസത്തോടു കൂടി ചെയ്യുവാൻ. അതായത് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ 3 മണിക്കൂറിനുള്ളിൽ എനിക്കൊരു നല്ല കാര്യം നടക്കും, ആ ഒരു മൈൻഡോടുകൂടി ഇത് ചെയ്യുവാൻ പാടില്ല. അതായത് വെറും ഒരു പരീക്ഷണാർത്ഥം ഒരു കാരണവശാലും ഇത് ചെയ്യരുത്. പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഈ ഒരു മെത്തേഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ദൈനംദിന ജോലികൾ ചെയ്യാവുന്നതാണ്. തീർച്ചയായും 100% ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ആ നല്ല കാര്യം നൽകുന്നതാണ്. ഇനി ആ വാക്ക് ഏതാണെന്ന് നോക്കാം. എക്സ്പാൻഡ് 333, എക്സ്പാൻഡ് 333, എക്സ്പാൻഡ് 333. വളരെയധികം ശക്തിയാർന്ന ഒരു മാജിക് വേർഡാണിത്. ഇത് ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ കറക്റ്റായിട്ട് ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാജിക് പോലെ അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.